ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ ഇപ്പം വിഷ്ണു പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു 10-12 ദിവസം മുമ്പ് നമ്മൾ ഫാറ്റ് ലിവറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് മറ്റാരുമല്ല, അനുഭവസ്ഥൻ തന്നെ വന്ന് പറഞ്ഞതാണ്. വിഷ്ണുവിനങ്ങ് ഫാറ്റ് ലിവർ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അപ്പം അതിനവന് അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോയോ ഒന്നും ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല. കഴിക്കാതെ തന്നെ എക്സസൈസ് കൊണ്ടും അതുപോലെ തന്നെ ഡയറ്റ് കൊണ്ടും ഈ രോഗം അങ്ങ് മാറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവന് ഫാറ്റ് ലിവർ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം 22 ഉള്ളൂ. അതായത് വേണ്ടതിലും അധികം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം നിങ്ങളോട് ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയറ്റ് എന്തൊക്കെയാണ് വേണ്ടത്, ഏത് രീതിയിലാണ് ഡയറ്റ് നോക്കേണ്ടത്. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയുന്നതായിരിക്കും. ഇവൻ നിലവിൽ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണെന്ന് പറഞ്ഞത്. അതിന് കുറേ പേര് വന്ന് ആ ഡയറ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറ്റ് എന്താണെന്ന് ഇപ്പം വിഷ്ണു പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വലിയ ഡയറ്റ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഇല്ല ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നാണ് ഇതിനകത്ത് മെയിൻ ഉദ്ദേശം. അത്രയാണ് ഡയറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനകത്ത്. അല്ലാതെ അത് തിന്നാൻ പാടില്ല ഇത് തിന്നാൻ പാടില്ല അങ്ങനെയൊന്നും ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാം റെഡ് മീറ്റ്, അതായത് ബീഫ്, പോർക്ക് പോലത്തെ മട്ടൻ പോലത്തെ ഐറ്റംസ് കഴിക്കാം. പക്ഷെ അത് അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ബീഫൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കുക്കറിൽ നിന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ അടിച്ചിട്ട് വരുന്ന ആ ഫാറ്റായിട്ടുള്ള വെള്ളമില്ലേ അത് കളഞ്ഞിട്ട് പിന്നെ എടുത്ത് കറി വെക്കുക. അത് നല്ലതായിരിക്കും. പക്ഷെ അല്ലാണ്ട് കഴിക്കാം, പക്ഷെ അപ്പോൾ അളവ് കുറച്ച് കഴിക്കണം. കുറച്ചുകൂടി കൂടുതൽ കഴിക്കണം എന്നുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു 100 ഗ്രാം കഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഡെയിലി ആകാൻ പാടില്ല. വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെ റെഡ് മീറ്റ് കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ചിക്കൻ എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് ഡെയിലി ഒരു നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കാരണം അത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായതുകൊണ്ട് നമുക്കത് കൺഫേം ആയിട്ട് കഴിക്കണം. അല്ലെങ്കിൽ ഫിഷ് എങ്കിലും എടുത്തിരിക്കണം. ഫിഷിനകത്ത് മെയിനായിട്ട് വേണ്ടത് മത്തി, ചിലർ ചാള എന്ന് പറയും. അത് നമുക്ക് ഡെയിലി ഒരു നേരം എടുക്കുകയാണെങ്കിൽ അത്ര നല്ലത്. കാരണം അതിനകത്ത് omega-3 ഉള്ളതുകൊണ്ട് നമുക്ക് ലിവറിനും എല്ലാം തന്നെ ബെറ്ററാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഭേദമാകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന 2 തരത്തിലുണ്ട്. ഇപ്പോൾ ഫാറ്റ് ലിവർ ഉള്ളവരും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉള്ളവർ ഇതുകൊണ്ട് കണ്ടിട്ട് ഒരു ഗുണമില്ല കേട്ടോ. വണ്ണം ഇല്ലാത്തവർക്കും ഇപ്പോൾ ഉള്ള അസുഖമാണ് ഫാറ്റ് ലിവർ. പക്ഷെ അത് ആരും അറിയുന്നില്ല, ആരും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. അതുകൊണ്ടാണ് ആരും അറിയാത്തത്. നമ്മൾ ഡെയിലി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ജോലികളൊന്നും ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ മെലിഞ്ഞിരുന്നാലും അവർക്കും ഫാറ്റ് ലിവർ 100% ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലും നമ്മൾ SGPT എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. SGPT അത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അത് നോർമൽ ലെവൽ 7 to 47 ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് 47 ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകളായി തുടങ്ങും. ഈ റൈറ്റ് സൈഡിലെ ചെസ്റ്റിനോട് ചെറിയൊരു വേദന, വൈകിട്ടേക്ക് ആകുമ്പോൾ കിടക്കുന്നതിന് മുമ്പാക്കി ഭയങ്കര ഗ്യാസ് കയറി വരുന്ന അസ്വസ്ഥത, നെഞ്ചെരിച്ചിൽ, പുളിച്ചീട്ടിലൊക്കെ ഇതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. പിന്നെ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. പിന്നെ ഈ ലോവർ വയറിൻ്റെ താഴ്വശമായിട്ട് ഭയങ്കരമായിട്ട് അവിടെ മാത്രമായിട്ട് വയറ് ചാടി വരും. നെഞ്ചിൻ്റെ താഴെ കഴിഞ്ഞിട്ട് അടിവശത്ത് വയറ് മാത്രം ചാടി വരും. ഇതാണ് മെയിൻ ലക്ഷണം. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ആയിരിക്കും. മെയിനായിട്ട് ഈവനിങ് ടൈമിൽ വൈകിട്ട് ഒരു 5 മണി കഴിയുമ്പോൾ ഗ്യാസ് കയറി വരുന്നൊരു അസ്വസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് മെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഡയറ്റിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ദിവസം ഒരു 45 മിനിറ്റ്സ് 30 മിനിറ്റ്സ് തൊട്ട് 45 മിനിറ്റ്സ് വരെ എന്തായാലും വർക്കൗട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം. കാർഡിയോ വർക്കൗട്ട് ആഴ്ച ഒരു 3 ദിവസം. അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുറയും. എന്നുവെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയും. അല്ല എന്നുണ്ടെങ്കിൽ കാർഡിയോ വർക്കൗട്ട് ആണെങ്കിൽ ഓട്ടം പതിയെ നടന്നിട്ട് കാര്യമില്ല. ഹാർട്ട് ബീറ്റ് ഒരു 100ന് മുകളിലോട്ട് വരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് ഉള്ളിൽ തന്നെ നമുക്കിത് നോർമലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു 100ന് താഴെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന് 45 മിനിറ്റ്സ് എന്താണ് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ നടക്കുക, അല്ലെങ്കിൽ പതിയെ ഓടുക. ആദ്യത്തെ ദിവസങ്ങൾ പതിയെ നടന്നിട്ട് മുമ്പോട്ട് പോകുന്നതോറും ഒരാഴ്ചയും പതിയെ സ്റ്റെപ്സിൻ്റെ സ്പീഡ് കൂട്ടി പതിയെ ഓടി തുടങ്ങുക. അത് പിന്നെയും നമുക്കത് നടക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജിമ്മിൽ ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ പെട്ടെന്ന് തന്നെ മാറും. അതെന്താണൊരു ദിവസം 45 മിനിറ്റ്സ് ചെയ്തിരിക്കണം. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മണിക്കൂറിൽ 5 മിനിറ്റ് ചെയ്തിട്ട് നടക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും അതും നല്ലൊരു കാര്യമായിരിക്കും. ഇരുന്ന് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ശാരീരികമായി ഭയങ്കര അസ്വസ്ഥതകളുണ്ടാകും. ഇതായി 2 കാര്യമാണ് നമുക്ക് വർക്കൗട്ടിൽ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെയുള്ള കാര്യമാണ് ഫുഡിൽ വരാൻ പോകുന്നത്. ഫുഡ് ഈ വീഡിയോ കാണുന്നവർക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എന്താണ് 4 to 5 kg സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ SGPTയും കുറയുന്നതായിരിക്കും. വെയിറ്റ് ഗെയിൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? രാവിലെ എഴുന്നേൽക്കുക, ഏതെങ്കിലും ഒരു സമയത്ത് 10 മണിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വലിച്ചു വാരി എന്തെങ്കിലും പുട്ടൊക്കെ ആണെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം രണ്ട് പഴവും അതൊക്കെ അളിച്ചു വാരി എന്തെങ്കിലുമൊക്കെ വയറിന് തീരുന്നത്രയും നേരം കഴിക്കുക. വിശപ്പ് തീരുന്നത്രയും വിശപ്പേന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മളെന്തായിരിക്കും ഒരു 1/2 കിലോളം ചോറെടുക്കും, അല്ലെങ്കിൽ ഒരു ഫുൾ ബിരിയാണി അല്ലെങ്കിൽ ഒരു ഹാഫ് ബിരിയാണി വാങ്ങിക്കും. അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യും? സലാഡ്, അത് ഇത്, ഇറച്ചി വറുത്തത്, ചിക്കൻ വറുത്തത്, മീൻ പൊരിച്ചതൊക്കെ വാങ്ങിച്ച് നമ്മൾ വയറിന് വിശപ്പാണെന്ന് പറഞ്ഞ് കഴിക്കും. വൈകിട്ട് പോയിട്ട് ചായ വാങ്ങിക്കും, 1-2 കടി വാങ്ങിക്കും, എണ്ണയിൽ പുറത്ത് പോയി കടി ഐറ്റംസ് കഴിക്കും. അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യണം. പിന്നെ രാത്രിയിലത്തെ കാര്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ 11 മണിക്കായിരിക്കും കിടക്കുന്നത്. അന്നേരം വരെ തിന്നുന്നവരുണ്ടാകും. അതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ചിലവർക്കൊക്കെ അറിയാം 2 മണിക്കൂർ മുമ്പ് കഴിക്കണം, 3 മണിക്കൂർ മുമ്പ് കഴിക്കണം. പക്ഷെ എപ്പോൾ കഴിക്കണം എന്നറിയത്തില്ല. ചിലർ കിടക്കുമ്പോൾ 12 മണിക്കായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ 10 മണിക്കല്ലേ കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് 10 മണിക്ക് കഴിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി പറയാൻ പോകുന്ന കാര്യം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് മാറ്റം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇനി നാളെ തൊട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് 5 നേരമാക്കുക ഭക്ഷണം. രാവിലെ നിങ്ങൾക്ക് പുട്ട് കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു പുട്ടെടുക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 150 ഗ്രാം, ഭയങ്കര വിശപ്പുണ്ട് ആ ദിവസങ്ങളിൽ പാടാണെങ്കിൽ ഒരു 100 ഗ്രാം എന്നുള്ളത് 150 ഗ്രാം എടുക്കുക. അങ്ങനെ കഴിക്കുക. ഒരു 2 ചപ്പാത്തി വേണമെന്നുള്ളത് 2 ചപ്പാത്തി കഴിക്കുക. എല്ലാം അളവ് ഇഡ്ഡലിയാണെങ്കിൽ 2, എല്ലാത്തിൻ്റെ അളവ് 2 എത്തിക്കുക. ഇതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കണ്ട എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 മുട്ട പുഴുങ്ങിയത്, ഒരു ചായ വിത്തോട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പറയുന്ന രോഗങ്ങളെല്ലാം മറ്റേതൊക്കെ കഴിച്ചിട്ട് ഇപ്പം അരിയുടെ ഐറ്റംസും ഗോതമ്പിൻ്റെ ഐറ്റംസും കഴിച്ച് 1 മാസം കൊണ്ട് കുറയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുട്ടയും ഒരു വിത്തോട്ട് ചായയും കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 20 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും. 2 മുട്ട കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്കും കുഴപ്പമില്ല കേട്ടോ. 2 മുട്ട കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനാണെങ്കിൽ ഒരു മുട്ട എടുക്കുക, ഒരു മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. മുട്ട പുഴുങ്ങിയതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഒരെണ്ണമുണ്ട്, നമുക്ക് ഓംലേറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഓംലേറ്റിന് എണ്ണ കുറച്ചിട്ട് ഓംലേറ്റ് 2 മുട്ട എടുത്തിട്ട് അതിനകത്തൊരു ചീര അല്ലെങ്കിൽ മുരിങ്ങയില, ക്യാരറ്റ്, ഒരു ശകലം തേങ്ങയും ചിരണ്ടി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു സബോള മുഴുത്ത് ചേർത്ത് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു പിടി എടുക്കുക. നമുക്ക് വയറ് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് കാർബുണ്ട്, പ്രോട്ടീനുണ്ട്, ഹൈ പ്രോട്ടീനാണ്, കാർബാണ്, നല്ല ഫുഡ് ഫാക്റ്റാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ശരീരത്തിന് സൂപ്പറാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഇത് കുറയും. ഇത് തേങ്ങയുണ്ട് മുട്ടയുണ്ടെന്ന് വിചാരിച്ച് ആരും കഴിക്കാതിരിക്കേണ്ട. 100% എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് കഴിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തുക. അത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 8 മണിക്കുള്ളിൽ കഴിക്കുക. ഒരു 7:30-8 മണിയാകുമ്പോൾ കഴിക്കുക. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് എന്തായാലും വിശന്ന് തുടങ്ങും. അപ്പോൾ എന്താ കഴിക്കേണ്ടത്? ആരും അനാവശ്യമായിട്ട് പോയി ആ സമയത്ത് ചായയും കഴിയൊന്നും കഴിക്കാൻ നിൽക്കരുത്. കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കഴിക്കാം. ഒരു റോബസ്റ്റ പഴം ചെറുത് ഒരെണ്ണം എടുത്ത് കഴിക്കുന്ന പ്രശ്നമില്ല, നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒരു സാധനമാണ് റോബസ്റ്റ പഴം. കഴിക്കാം. ഒരു ഷുഗർ ഉള്ളവർ വലിയത് എടുക്കാൻ നിൽക്കേണ്ട ഒരെണ്ണത്തിൻ്റെ ഹാഫ് ആണെങ്കിലും കഴിച്ചാൽ മതി. ഇത്രയും കഴിക്കാം. വേണമെങ്കിൽ ഒരു 2-3 നട്ട്സ് കഴിക്കാം, 2-3 ബദാം കഴിക്കാം. അതൊന്നും പ്രശ്നമില്ല. അത് എണ്ണ കൊണ്ട് 3 അല്ലെങ്കിൽ 4 അതിക്കുള്ളിൽ കഴിക്കരുത്. പിന്നെ ഉച്ചയ്ക്ക് പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കും ഉച്ചയല്ലേ, ഒരുപാട് വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം. ഒരിക്കലും വേണ്ട. ഒരു 150 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം മട്ടേരി, അതായത് കുത്തിരിയാണ് ഉദ്ദേശിക്കുന്നത്. കുത്തിരി എടുക്കാം. ഒരു 200 ഗ്രാം കുത്തിരി. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം സൈഡായിട്ട്. ഈ പാത്രം നമ്മൾ കഴിക്കാൻ എടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ചെയ്യണം. ഒരു സൈഡിൽ ചോറ്, 2 കൂട്ടം കറികൾ, ഒരു കൂട്ടത്തിൽ ഇലക്കറികൾ അല്ലെങ്കിൽ സലാഡ്സ്, ഒരെണ്ണത്തിലൊന്നെങ്കിൽ മീൻ വറുത്തൊരിക്കലും ഞാൻ പറയുന്നില്ല, ഗ്രില്ലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിക്കൻ കറിയാണ് ബെറ്റർ. ചിക്കൻ കറി ഓർ മീൻ കറി അത് നല്ലതായിരിക്കും. കേരയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി, ഒരു സലാഡ്സ്, 200 ഗ്രാം ചോറ് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ചോറ് പറ്റുന്നില്ല എന്നവർക്കൊണ്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ 4 മണിക്ക് നിങ്ങളവർക്ക് 4 മണിയാകുമ്പോൾ ഞങ്ങൾ ശീലിച്ചു പോയല്ലോ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ചായ വിത്തോട്ട് കുടിക്കാം. ഒരു ചായ വിത്തോട്ട് മാത്രം, അല്ലെങ്കിൽ കരിക്ക് കുടിക്കാൻ ടൈം ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ല മിനറൽസ് ഉള്ളതുകൊണ്ട് കരിക്ക് കുടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കരിക്കിനകത്ത് കാമ്പും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല, നല്ലതാണ് കേട്ടോ. പിന്നെ വൈകിട്ടത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണിക്ക് 8 മണിക്കുള്ളിൽ, അതായത് 7:30-8 മണി മാക്സിമം അതിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. പിന്നെ 11 മണിക്കുള്ളിൽ കിടക്കുന്നവരായിരിക്കണം. കിടന്നിരിക്കണം. രാവിലെ 6 മണി ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കണം.
മിനിമം 8 മണിക്കൂർ നല്ല ഗുഡ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം. നല്ല സ്ലീപ്പ് 8 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും എന്ത് കാര്യമാണ് നടക്കത്തില്ല. 8 മണിക്കൂർ രാത്രി നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ ഫോൺ മാറ്റി വെച്ചിരിക്കണം കൺഫേം ആയിട്ട്. 11 മണിക്കുള്ളിൽ കിടന്നിരിക്കണം. ഞാൻ മാക്സിമം പറഞ്ഞാൽ ജോലിക്കൊക്കെ പോകുന്നവർ 11 മണിക്ക് അമ്പളിൽ കിടക്കുള്ളൂ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചപ്പാത്തി, എന്തെങ്കിലും ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ കറി, മീൻ കറി, പച്ചക്കറി, സലാഡ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ചിക്കൻ വറുത്തൊന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല. നൈറ്റ് 7 മണിക്ക് 8 മണിക്കുള്ളിൽ കഴിച്ചു മാറ്റുക. ഭക്ഷണം കഴിച്ചിരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ചിക്കനൊന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു? അതിനും പ്രശ്നമൊന്നുമില്ല. മീൻ കറിയോ എന്തെങ്കിലും എടുത്താൽ മതി. സോയാബീൻ പ്രോട്ടീൻ റിച്ച് ആയിട്ട് സോയാബീൻ ഒക്കെ നമുക്ക് എടുക്കാം, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് വൈകിട്ടത്തെ ഭക്ഷണ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ആരും വീട്ടിൽ ഇരിക്കുന്നവരല്ല. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു കട കാണുമ്പോൾ എന്നാൽ ഉച്ചയായില്ല എന്തെങ്കിലും കയറി കഴിച്ചേക്കാം. അതൊരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവർ നമ്മൾ വീട്ടിലാണ് നമ്മൾ എണ്ണ കൺട്രോൾ ചെയ്യും. നമുക്ക് കഴിക്കണമല്ലോ, കടക്കാർക്ക് അതൊന്നുമില്ല. അവർ ഒരുപാട് മസാലക്കൂട്ടുകളും കാര്യങ്ങളും എല്ലാം ഈ മസാലക്കൂട്ടെല്ലാം ചേർത്ത് വരും. നിങ്ങൾക്ക് അറിയാൻ പാടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പൂൺ എണ്ണ എടുക്കുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് 150 കലോറിയോളം ഒരു സ്പൂൺ എണ്ണ വരുന്നുണ്ട്. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു അര ബിരിയാണി വാങ്ങിച്ചു കഴിക്കും, ഹാഫ് ബിരിയാണി കഴിക്കത്തില്ലേ, ഓൾമോസ്റ്റ് അത്രത്തോളം ഫാറ്റ് അതിനകത്ത് വരുന്നുണ്ട് ഒരു സ്പൂൺ എണ്ണയ്ക്കകത്ത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നല്ല ശുദ്ധമായ എണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി പ്രശ്നമില്ല. കടകളിൽ എന്താ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ അൽഫാം ഒക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അൽഫാം കഴിക്കാനൊക്കെ. പക്ഷെ അൽഫാം ഒന്നും കഴിക്കുന്നത് കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് അൽഫാം കഴിക്കാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അതിന്റെ ആ കരിഞ്ഞു വരുന്ന ആ സ്കിന്നില്ല, അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അൽഫാം കഴിക്കാം വിത്തൗട്ട് മയോണൈസ്. ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നീ കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചോണ്ടായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിച്ചിരിക്കണം. ഇപ്പൊ ഞാനൊരു 80 കിലോയാണ്. അപ്പൊ ഞാൻ കുടിക്കുന്ന പറഞ്ഞാൽ 2.5 ലിറ്റർ വെള്ളം എടുക്കുന്നത്. നേരത്തെ വെയിറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ആവശ്യം. മിനിമം എല്ലാവരും കുടിക്കുന്നത് 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കും. കാരണം നമ്മുടെ യൂറിനിൽ കൂടെയാണ് ഈ ഫാറ്റും കാര്യങ്ങളും അനാവശ്യമായ എല്ലാം പുറത്തു പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ആയിട്ട് വെള്ളം കുടിച്ചിരിക്കണം, വർക്കൗട്ട് ചെയ്തിരിക്കണം, ഭക്ഷണം കൺട്രോൾ ചെയ്തിരിക്കണം. ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഏക്കുമ്പോഴും വെറും വയറ്റിൽ തിളപ്പിച്ചാർച്ച 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം എന്ന് പറ. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുന്നത് നല്ലതാണ് രാവിലെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാമെന്നാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. ഇവന്റെ ഫാറ്റ് ലിവർ എങ്ങനെയാ കുറഞ്ഞതെന്നും വെയിറ്റ് കുറഞ്ഞത് എങ്ങനെയാണെന്നുള്ള ഡയറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ടാറ്റ, ബൈ ബൈ, ഓക്കെ.